ഹലോ ഗായ്സ്, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ ദം ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് നല്ല സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5-8 ബീൻസ്, പിന്നെ 3 ക്യാരറ്റ്, 3 ടൊമാറ്റോ, 4 സവാള, 2 വലിയ പൊട്ടാറ്റോ. അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്. നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൽ ബീൻസാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ബീൻസ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച് അത് ചെറിയ നൈസായിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടി കുറഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് അത് വെന്ത് കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും സ്പെഷ്യലായി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലോ എങ്ങനെയാണെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ക്യാരറ്റൊക്കെ നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 2 വലിയ പൊട്ടാറ്റോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പൊട്ടാറ്റോ നമ്മൾ കട്ട് ചെയ്യണത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്. പൊട്ടാറ്റോ നമ്മൾ കഴുകി പ്രത്യേകിച്ചിരിക്കുന്ന പൊട്ടാറ്റോ സെൻറ്റർ കട്ട് ചെയ്ത് 2 പീസാക്കി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പൊട്ടാറ്റോ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കട്ടിയിലാണ് കട്ട് ചെയ്യണത്. കാരണം ബിരിയാണിയിലിട്ട് വേവിക്കുന്ന സമയത്ത് ഇത് വെന്തുടഞ്ഞ് പോകാണ്ടിരിക്കാനാണ് കേട്ടോ നമ്മൾ ഇത്തിരി കട്ടിയിൽ കട്ട് ചെയ്ത് വെക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. നമ്മൾ കൂടുതൽ ഒരു അട്രാക്റ്റീവ് ആയിക്കോട്ടെ എന്ന് നമ്മളൊരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 4 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മൾ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 4 സവാളയാണ്. സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൈസായി കട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നത് വഴന്ന് കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് സഹായിക്കും കേട്ടോ. സവാള കട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്യുക. പെട്ടെന്നത് വഴന്ന് കിട്ടാനൊക്കെ ആയിട്ട് നല്ലൊരു ഉപകാരമായിരിക്കും. നമ്മൾ നല്ല ചെറുതാക്കി നൈസായിട്ട് കട്ട് ചെയ്യാണ്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 3 ടൊമാറ്റോ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അത്യാവശ്യം വലിയ ടൊമാറ്റോ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. 3 വലിയ ടൊമാറ്റോ എടുക്കുക. നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലാണ് എടുത്തിരിക്കുന്നത്. മല്ലിയില നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിക്കാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ച് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ 2 വലിയ പച്ചമുളകാണ് എടുക്കുന്നത്. പച്ചമുളക് ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ നല്ല തൊലി കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുകയാണ്. നമ്മൾ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്ത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ മസാലകളൊക്കെ ചൂടാക്കി എടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ 4 കുരുമുളക്, പിന്നെ കുറച്ച് വലിയ ജീരകം, പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഐറ്റംസാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ ചെറു ചൂടിലൊന്ന് ചൂടാക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. ബിരിയാണിയിലോട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് കിട്ടും. മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളത് ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മളത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചൂടാക്കിയെടുത്ത മസാല നമുക്കൊന്ന് 1 ലിറ്റർ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബിരിയാണിയിലേക്ക് നമ്മളിത് ചെയ്യണത്. പിന്നെ നമ്മളൊരു ബിരിയാണി പോട്ട് എടുത്ത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ബിരിയാണി. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായി തന്നെ ഒരു ബിരിയാണി പോട്ട് എടുത്ത് വെച്ച് അതിലോട്ട് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളതിലോട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഐറ്റംസൊക്കെ നമ്മൾ നേരത്തെ പൊടിച്ച ഐറ്റംസൊക്കെ നമ്മളിതിലോട്ട് ഇടുകയാണ്, ആഡ് ചെയ്യുകയാണ്. അതിന് ശേഷം നമ്മൾ നന്നാക്കി വെച്ച സവാള, പച്ചമുളക് അതൊക്കെ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഗൈസ്.
നമ്മൾ സവാളയൊക്കെ നന്നായി വഴന്ന് വരണം. നമ്മൾ ഇതിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഉപ്പിടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ അതിലോട്ട് നമ്മൾ ഇടാൻ പോണത്, സവാള ഒരുവിധം വാടി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് ഇടുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുകയാണ് കേട്ടോ. നമ്മളത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുകയാണ്. നമുക്കൊക്കെ ഏറ്റവും വേഗത്തിൽ നമുക്ക് പണി കഴിച്ചെടുക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഈ വെജിറ്റബിൾ ബിരിയാണി. നമ്മൾ വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. കാരണം നമ്മളൊരു ചെറിയ ഫാമിലിക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡിഷാണ്. നമ്മൾ അതിലോട്ട് തക്കാളി ആഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യണത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഗരം മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യാണ്. മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറണ വരെ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിലോട്ട് കഴുകി വൃത്തിയാക്കി നന്നാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണത് കേട്ടോ. ഗ്രീൻ പീസ് കുതിർത്ത് വെക്കുക. അതിനുശേഷമാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്യണത്. നമ്മളിന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. മസാലകളൊക്കെ ഇതിലോട്ട് പിടിക്കുന്ന രീതിയിലായിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോണത് നല്ല രീതിയിൽ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ മസാലകളൊക്കെ കണ്ടോ വെന്ത് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ആ മസാലയുടെ കൂടെയൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് ഇതാവുന്നുണ്ട്, അലിഞ്ഞ് ചേരുന്നുണ്ടെന്നൊക്കെ നമുക്ക് പറയാം. ഫ്ലേവറൊക്കെ നല്ല കിട്ടുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയാണ് എടുക്കുന്നത്. അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുതിർത്ത് വെച്ച അരി, കഴുകി വൃത്തിയാക്കി വെച്ച അരി നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് പാത്രത്തിലുള്ള അരിയൊക്കെ നമ്മൾ തുടച്ചെടുത്ത് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മസാലയും അതേപോലെ റൈസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഞാനിവിടെ ഇളക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് എനിക്ക് കാണാൻ കഴിയണില്ല, മസാലയൊക്കെ നല്ല മിക്സായിട്ട് ഇരിക്കുകയാണ്. നല്ല റൈസിൽ നല്ല മിക്സ് ആയിരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, കാണുന്നില്ലേ ഗൈസ്, വെജിറ്റബിൾസ് ഒക്കെ എൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കുകയാണ്. അതിൻ്റെ നാരങ്ങ നീര് നമ്മൾ അതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ചെറുനാരങ്ങ 2 പീസാക്കിയിട്ട് നമ്മളതിലോട്ട് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഗൈസ്, കണ്ടോ, നാരങ്ങ നീര് നന്നായി പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമുക്ക് വ്യത്യാസങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ അരിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. കണ്ടില്ലേ ഗൈസ്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില നമുക്കിതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ. അരി നന്നായിട്ട് വെന്ത് വരണമല്ലോ. അപ്പോൾ നമ്മൾ പണി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ട കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഐറ്റംസൊക്കെ നമ്മൾ നെയ്യിൽ വറുത്തെടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്ലേറ്റിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതിലോട്ട് നമ്മളൊരു പാൻ എടുത്ത്, ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി അവരൊക്കെ നമ്മൾ നെയ്യിൽ വറുത്തെടുക്കാൻ നിൽക്കുകയാണ്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, വറുത്തെടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മളത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമുക്ക് കരിച്ചിലൊന്നും വരില്ല. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. നമുക്ക് കണ്ടില്ലേ ഗൈസ്, അണ്ടിപ്പരിപ്പിലൊക്കെ കളർ വ്യത്യാസങ്ങൾ വരണില്ലേ? ബ്രൗൺ കളർ ആവണത് വരെ നമ്മൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആയതിനു ശേഷം നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുന്തിരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവണ വരെ നമ്മളിതിലോട്ട് നെയ്യിൽ കിടന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതേ പാനിലോട്ട് തന്നെ നമ്മൾ കുറച്ച് സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണിയിലോട്ട് ഒന്ന് കടിക്കാനും പിന്നെ ഒരു ടേസ്റ്റിൻ്റെ ഫ്ലേവറിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിതിലോട്ട് സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആ നെയ്യിലിട്ടിട്ട് തന്നെ നമ്മളത് വറുത്തെടുക്കുകയാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ സോയാബീനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും, ബിരിയാണിയിലേക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി ഇത് അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഗൈസ്. കാണില്ലേ എല്ലാവരും? നല്ല മണക്ക് വരുന്നുണ്ട്, നല്ല ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണി ഇവിടെ റൈസും മസാലയും കൂടെ നല്ല സെറ്റായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയണില്ലേ? നമ്മളതിലോട്ട് ആ ബാക്കി വന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാല എന്നതിന് മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിലോട്ട് ഇടാൻ പോണത് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഐറ്റംസാണ്. നമ്മളതിലോട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വേർത്തറി കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ കാരണം തന്നെ കാണാനൊരു കളർഫുൾ ഉണ്ട്, അതുപോലെ നല്ലൊരു ഭംഗിയുണ്ട്. അതിനുശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ സാലഡ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലാണ് ഗൈസ്. അപ്പോൾ നമ്മളതിലോട്ടൊരു ബൗൾ വെച്ച് അതിലോട്ട് സവാള, തക്കാളി, പച്ചമുളക്, നമ്മളതിലോട്ട് തൈര് ആഡ് ചെയ്യാണ്. നല്ല കട്ടത്തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ പാകത്തിന് ഉപ്പിട്ടിട്ട് നല്ല മിക്സ് ചെയ്യണം. പാകത്തിന് ഉപ്പിടുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. സാലഡിലൊക്കെ നമ്മൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ്. വേറൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോണത്. നല്ല സാലഡൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയൊരു ഐറ്റമാണ് ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായാലും ഇത് ട്രൈ ചെയ്യുക എല്ലാവരും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും. ഒരു ചെറിയൊരു ഫാമിലിക്ക് സുഖമായിരുന്നു കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി എന്ന് ഞാൻ പറയാം. അത്ര വലിയ പണിയില്ല, ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണില്ലേ, നമ്മളെ വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ട് പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കണം എന്നൊന്നും ഞാൻ പറയണില്ല. നല്ല സ്പെഷ്യലായിട്ട് നമ്മൾ വിരുന്നർക്കൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു ഭക്ഷണം തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. അതിലോട്ട് നമ്മൾ ഒരു പപ്പടം, സാലഡ്, അച്ചാറൊക്കെ കൂട്ടിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം.